ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SCERT NCERT സീരീസിലെ കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ ആഗമനത്തെ പറ്റി ഒരു കഥാരൂപത്തിൽ സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസിന്റെ വരവിനെ പറ്റി കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡച്ചിനെ പറ്റിയിട്ടാണ്. അങ്ങ് യൂറോപ്പിലെ നെതർലൻഡ്സിൽ നിന്ന് വരുന്ന ഡച്ച് പടയെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ. എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ്സിന്റെ നോട്ട് കിട്ടേണ്ടവർ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വരിക. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഇവിടെ പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, 1498 നമ്മുടെ പോർച്ചുഗീസ് കച്ചവടക്കാര് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങുന്നു. അവർക്ക് ശേഷം ഒരു നൂറ്റാണ്ടിനുള്ളിൽ തന്നെ നമ്മുടെ പോർച്ചുഗീസുകാരുടെ ഒരു പ്രബല ശക്തിയായിട്ട് മാറുകയും കേരളത്തിലെ പല പ്രദേശങ്ങളും അവർ കീഴടക്കുകയും ചെയ്തു. അവർക്കൊരു കൗണ്ടറായിട്ട്, ഒരു ബദൽ ശക്തിയായിട്ട് പിന്നീട് ഇങ്ങോട്ടേക്ക് വന്ന യൂറോപ്യൻസ് ആണ് നമ്മുടെ ഡച്ചുകാർ, നെതർലൻഡിൽ നിന്ന് ഇവിടെ എത്തിയ ഡച്ചുകാർ. അപ്പോൾ അവരുടെ കേരള ഹിസ്റ്ററി നമുക്കൊന്ന് പരിശോധിക്കാം. പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ട് നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ്, ചിൻസൂര പോലെയുള്ള പ്രദേശങ്ങളൊക്കെയാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും അവർ കച്ചവട കേന്ദ്രങ്ങളാക്കി മാറ്റിയത്. അപ്പോൾ അവരുടെ കേരളത്തിൽ ഒരു ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ 1602 നമ്മുടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഓക്കെ, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602 സ്ഥാപിതമായി. 1603-4 കാലഘട്ടത്തിൽ മലബാറിലേക്ക് ഡച്ച് കപ്പലുകൾ എത്തുവാൻ തുടങ്ങി. ഈ സമയത്ത് അവരുടെ ലക്ഷ്യം കച്ചവടമായിരുന്നു. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന പ്രബല ശക്തി ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തങ്ങൾക്ക് ഇവിടെ അധികാരം, കച്ചവടവും വേണമെന്ന് ആരാഗ്രഹിക്കുന്നു? ഡച്ചുകാർ ആഗ്രഹിക്കുന്നു. ഡച്ചുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പോർച്ചുഗീസുകാർ ഇവിടെ ആദ്യം വന്നപ്പം അവർ ശ്രമിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന അറബികളെ മാറ്റിയിട്ട് പകരം അവർക്കൊരു പ്രബല ശക്തി ആവണമെന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് പോർച്ചുഗീസുകാർ ഇങ്ങോട്ടേക്ക് വന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കർമ്മ ഈസ് എ ബൂമറാങ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഡച്ചുകാർ ഒരു നൂറ്റാണ്ടിനിപ്പുറം വരുന്നു. എന്നിട്ട് ഡച്ചുകാർക്ക് എന്ത് വേണം? പോർച്ചുഗീസുകാർ ഇവിടുന്ന് തുരത്തണം. ആൻഡ് പോർച്ചുഗീസുകാർ ഇവിടെ ഭരിക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഭരണത്തിൽ അല്ലെങ്കിൽ അവരുടെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളോടുള്ള അവരുടെ പെരുമാറ്റത്തിലൊക്കെ തന്നെ നമുക്ക് ധാരാളം വിധ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സാമൂതിരിക്ക് പോർച്ചുഗീസുകാരോട് വിദ്വേഷമുണ്ടായിരുന്നു. ഇവിടുത്തെ ലോക്കൽ പോപ്പുലേഷന് പോർച്ചുഗീസുകാരോട് വിദ്വേഷമുണ്ടായിരുന്നു. ഒരു അപരിഷ്കൃതമായിട്ടുള്ള രീതിയിലായിരുന്നു പോർച്ചുഗീസുകാരുടെ നമ്മളോടുള്ള സമീപനം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആക്ച്വലി ആർക്ക് കൂടെയായിരുന്നു? ഡച്ചുകാർക്ക് കൂടെയായിരുന്നു. സാമൂതിരിയും ഡച്ചിന്റെ കൂടെയായിരുന്നു. സോ സാമൂതിരിയും ഡച്ചുകാരുമായിട്ട് 1604 കരാറിലൊക്കെ തന്നെ ഏർപ്പെടുന്നുണ്ട്. പിന്നീട് ശ്രീലങ്കയിലും ഇന്തോനേഷ്യയിലും ഒക്കെ ആയിട്ട് തന്നെ ഡച്ചിന്റെ കോളനികൾ നമുക്ക് ചുറ്റുമുണ്ട്. സോ 1600കളുടെ ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടുത്തെ പല മാർക്കറ്റുകളും പല കച്ചവട കേന്ദ്രങ്ങളും പിടിച്ചടക്കുക എന്നൊരു ലക്ഷ്യവുമായിട്ട് ഡച്ച് സൈന്യം ഒരുങ്ങുന്നുണ്ടായിരുന്നു. 1659 അവർ കൊല്ലം ഒന്ന് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ഒരു പരിധി വരെ അവർ വിജയിച്ചു. പക്ഷേ പോർച്ചുഗീസുകാർ തിരിച്ചടിച്ചപ്പം അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ആ ഒരു കണക്ക് തീർക്കാൻ വേണ്ടി 1661 അവർ വീണ്ടും വരുന്നുണ്ട് ഡച്ച് സൈന്യം ഇവിടെ വരികയും പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് കൊല്ലം അങ്ങോട്ടേക്ക് തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നു. കൊല്ലത്തിന് ശേഷം പല പോർച്ചുഗീസ് കേന്ദ്രങ്ങളും ഡച്ചുകാരുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കൊച്ചി 1663 കൊച്ചിയുടെയും കൺട്രോള് നമ്മുടെ ഡച്ചുകാർ ഏറ്റെടുക്കുന്നു. അപ്പം കൊച്ചി എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് കൊച്ചി രാജകുടുംബത്തിലെ പല ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ്. മൂത്ത താവഴിക്കാരനും ഇളയ താവഴിക്കാരനും തമ്മിൽ അധികാര തർക്കം നടക്കുകയാണ്. അപ്പം നമ്മൾ ബാക്കി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏത് നാട്ടുരാജ്യത്തിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന പോലെ തന്നെ ഈ ഒരു ആഭ്യന്തര കലഹത്തിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇടപെടുന്നു. അങ്ങനെ കൊച്ചിക്കുള്ളിലെ പ്രശ്നം, കൊച്ചി രാജകുടുംബത്തിലെ പ്രശ്നം രണ്ട് യൂറോപ്യൻ ശക്തികൾ തമ്മിലുള്ള പ്രശ്നമാവുകയും അത് അവസാനം പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ഡച്ചുകാര് ഈ കൊച്ചി പിടിച്ചെടുക്കുന്നതിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 1663 നമ്മുടെ പോർച്ചുഗീസുകാർ അത്രയും നാളും അവരുടെ സ്വാധീനം ഉണ്ടായിരുന്ന കൊച്ചി രാജകുടുംബവും ഡച്ചുകാരുടെ കൈകളിലേക്ക് എത്തുകയാണ്. ശേഷം കൊച്ചിയിലെ മൂത്ത താവഴിയിലെ വീരകേരളവർമ്മ രാജാവായിട്ട് അധികാരത്തിൽ വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും പലപ്പോഴും കൊച്ചി രാജാവിന് ഒരു പപ്പറ്റായിട്ട് ഡച്ചുകാരുടെ ഒരു കൺട്രോളിലായിരുന്നു കൊച്ചി രാജ്യം എന്നുള്ള കാര്യം ഓർക്കുക. അതിനുശേഷം കേരളത്തിലെ പല പ്രദേശങ്ങളിലേക്കും പല നാട്ടുരാജ്യങ്ങളിലേക്കും ഡച്ച് കൺട്രോൾ എത്തുന്നുണ്ട്. ഇവിടുത്തെയൊക്കെ തന്നെ കുരുമുളകിന്റെ ഒരു കുത്തക അവകാശം, കുരുമുളകാണല്ലോ ഇവരെല്ലാവരും മോഹിപ്പിച്ച് ഇവിടെ എത്തിച്ച സാധനം, നമ്മുടെ കറുത്ത പൊന്നം. സോ കുരുമുളകിന്റെ ഒരു കുത്തക അവകാശം നേടിയെടുക്കുക, അങ്ങനെ കേരളത്തിലെ മാർക്കറ്റുകൾ മൊത്തം ഡച്ചിന്റെ കൺട്രോളിലാക്കുക,
അങ്ങനെ കേരളം മൊത്തം ഒരു സമഗ്ര ആധിപത്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഡച്ചിന്റെ ലക്ഷ്യം. കാരണം പോർച്ചുഗീസ് ഇനി നോ ലോങ്ങർ റെലവന്റ്. പോർച്ചുഗീസുകാർ ഇനി ഡച്ചിന് ഒരു ഭീഷണിയല്ല. അപ്പൊ ഇനി ഇവിടെയുള്ള നാട്ടുരാജാക്കന്മാരെയും പിന്നെ വളർന്നു വരുന്ന ബ്രിട്ടനെയും ഫ്രാൻസിനെയും ഒക്കെ ഒന്ന് ഒതുക്കുക എന്നുള്ളതാണ് ഡച്ചിന്റെ ലക്ഷ്യം. അങ്ങനെ ഡച്ച് നിൽക്കുന്ന സമയത്താണ് തിരുവിതാംകൂർ ഭാഗത്തു നിന്ന് ഡച്ചിന് ഒരു വെല്ലുവിളി മാർത്താണ്ഡവർമ്മ കൊടുക്കുന്നതും അത് പിന്നീട് 1741 ബാറ്റിൽ ഓഫ് കൊളച്ചിലിലൂടെ എത്തി നിൽക്കുന്നതും. അപ്പൊ നമ്മൾ ഈ ബാറ്റിൽ ഓഫ് കൊളച്ചിലിനെ പറ്റിയും 1753 ട്രീറ്റി ഓഫ് മാവേലിക്കരയെ പറ്റി നമ്മൾ ഇനി വിശദമായിട്ട് ഇനി വരുന്ന സ്ലൈഡുകളിലൊക്കെ തന്നെ കാണും. ഇനി ഡച്ചിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഡച്ച് പതനത്തിലേക്ക് എത്തിയതെന്ന് ചോദിക്കുവാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടൻ ഒരു വളരെ വലിയ ശക്തിയായിട്ട് മാറി. കൊളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടതെ തുടർന്ന് ദക്ഷിണ കേരളത്തിൽ ഡച്ചിന് ഇനി വലിയ റോളൊന്നും ഇല്ലാത്ത സാഹചര്യം എത്തി. സാമൂതിരി ആണെങ്കിലും ഡച്ചുമായിട്ട് നിരന്തരം കലഹിക്കുന്ന യുദ്ധം ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. സാമൂതിരിയുടെ പടയാളികൾ കൊച്ചി വരെ എത്തി ഡച്ചുമായിട്ട് നേർക്കുനേർ പോരാടി. അപ്പം ഡച്ചിന് കേരളത്തിന്റെ തെക്കേ അറ്റത്താണെങ്കിലും മധ്യ കേരളത്തിലാണെങ്കിലും കാര്യമായിട്ട് റോൾ ഇല്ലാത്ത സമയമാണിത്. ഈ സമയത്താണ് നമ്മുടെ ടിപ്പു സുൽത്താനും ഹൈദരാലിയും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കേരളം പിടിച്ചെടുക്കാൻ വേണ്ടി അവരുടെ മൈസൂർ ഇൻവേഷൻസ് നടക്കുന്നത്. അപ്പോൾ ഡച്ചുകാരുടെ കുറെ പ്രദേശങ്ങളൊക്കെ തന്നെ ഹൈദരാലിയുടെ സൈന്യം എടുക്കുന്നുണ്ട്. അങ്ങനെ ഡച്ചിന്റെ സൈനികപരമായിട്ടുള്ള അവരുടെ ശക്തിയൊക്കെ തന്നെ ക്ഷയിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പിൽക്കാലത്ത് നമ്മൾ കാണുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഡച്ചിന് കാര്യമായിട്ടുള്ള സപ്പോർട്ടൊന്നും തന്നെ മാതൃരാജ്യത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പ്ലസ് ബ്രിട്ടൻ ഒരു ശക്തിയായിട്ട് ഇവിടെ വളർന്ന സാഹചര്യത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആയുധങ്ങളുടെ ഒരു മൂർച്ചയും ഡച്ചുകാർക്ക് നേരിടേണ്ടി വന്നു. അങ്ങനെ ഡച്ചിന്റെ പല പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർ എടുക്കുകയാണ്. പിന്നീട് ബ്രിട്ടീഷുകാർക്ക് ഡച്ചിന് അത് വിൽക്കേണ്ട സാഹചര്യം വരികയാണ് ചെയ്തത്. അങ്ങനെ 1814 1825 ട്രീറ്റീസിലൂടെ എന്ത് സംഭവിക്കുന്നു? ഇന്ത്യയിലെ ഡച്ച് പ്രദേശങ്ങളും കേരളത്തിലെ ഡച്ച് പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ ഡച്ചുകാർ വിൽക്കുന്ന സാഹചര്യമാണ് പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അപ്പൊ നമുക്ക് ഈ ട്രീറ്റി ഓഫ് മാവേലിക്കരയും അതിനു മുമ്പുണ്ടായിട്ടുള്ള ബാറ്റിൽ ഓഫ് കൊളച്ചിലിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പം 1741 മാർത്താണ്ഡവർമ്മ വേഴ്സസ് ഡച്ച് ഒരു നേർക്കുനേർ പോരാട്ടം ഉണ്ടാവുകയാണ്. എന്തായിരുന്നു ആ ഒരു പോരാട്ടത്തിന്റെ ചരിത്രമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ കൊച്ചി കീഴടക്കി കഴിഞ്ഞപ്പം കേരളം മൊത്തം അങ്ങോട്ട് കീഴടക്കിയാൽ എന്താണ് എന്നുള്ളൊരു ചിന്ത ഡച്ചുകാർക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു. അങ്ങനെ അവര് കുരുമുളകിന്റെ ഒരു കുത്തകാവകാശം എല്ലായിടത്തു നിന്നും കിട്ടാൻ വേണ്ടി അവരിങ്ങനെ മാർച്ച് ചെയ്യുന്ന സമയമായിരുന്നു ഈ ഒരു പീരീഡ്. അങ്ങനെ അവരുടെ ലക്ഷ്യം നമ്മുടെ വേണാട്ടിലെ മറ്റു പല പ്രദേശങ്ങളിലേക്കും അവരെത്തുന്നു. കായംകുളം, കൊട്ടാരക്കര പോലെയുള്ള റീജിയൻസിലൊക്കെ അവർ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്താണ് ഇവിടെ മാർത്താണ്ഡവർമ്മയെ പോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള റൂളർ ഇങ്ങനെ ഉദിച്ചുയരുന്ന സമയമായിരുന്നു. അദ്ദേഹം തിരുവിതാംകൂറിൽ ഈ ഡച്ചുകാരുടെ സ്വാധീനത്തെ ഒന്ന് കുറയ്ക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് മാർത്താണ്ഡവർമ്മ ഇളയെടുത്ത് സ്വരൂപത്തെ നമ്മുടെ കൊട്ടാരക്കരയെ ഒന്ന് പിടിച്ചെടുക്കാനുള്ള തീരുമാനമായിട്ട് എത്തുന്നത്. അപ്പം കൊട്ടാരക്കരയെ മാർത്താണ്ഡവർമ്മ പിടിച്ചെടുക്കുന്നത് ഡച്ചിന്റെ വ്യാപാര താല്പര്യങ്ങൾക്കൊരു ക്ഷതമാണ്. അതുകൊണ്ട് തന്നെ ഇളയെടുത്ത് സ്വരൂപമായിട്ടുള്ളൊരു തർക്കത്തിലേക്ക് നമ്മുടെ മാർത്താണ്ഡവർമ്മ എത്തി നിൽക്കുകയാണ്. ഇളയെടുത്ത് സ്വരൂപത്തെ സഹായിക്കാൻ വേണ്ടി ഡച്ചുമുണ്ട്. അപ്പൊ ഇതിന് മുന്നോടിയായിട്ട് ഡച്ച് ഗവർണർ ആയിട്ടുള്ള വാൻ ഇങ്ഹോഫും നമ്മുടെ മാർത്താണ്ഡവർമ്മയുമായിട്ടൊരു ചർച്ച നടക്കുന്നു. ആൻഡ് ഈ ചർച്ചയിൽ ഇളയെടുത്ത് സ്വരൂപത്തെയും കായംകുളത്തെയും മാർത്താണ്ഡവർമ്മ ആക്രമിക്കുകയാണെങ്കിൽ ഡച്ച് തിരിച്ചടിക്കുമെന്ന് ഡച്ച് ഗവർണർ പറയുന്നു. ഇതിന് ബദലായിട്ട്, ഇതിന് മറുപടിയായിട്ട് മാർത്താണ്ഡവർമ്മ ഇങ്ങനെ പറഞ്ഞെന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. മാർത്താണ്ഡവർമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കപ്പലുകളുണ്ട്, ഈ കപ്പലുകളിൽ വന്ന് നെതർലൻഡ്സിന്റെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഡച്ച് പ്രദേശങ്ങൾ ഞങ്ങൾക്ക് കീഴടക്കാമെന്ന് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലൊരു തുറന്ന പോരാട്ടത്തിന് വഴിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഡച്ചിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും മാർത്താണ്ഡവർമ്മയുടെ ഈ ഒരു അധിനിവേശം നിർത്തലാക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് മാർത്താണ്ഡവർമ്മ ഫിനാൻഷ്യലി റിച്ച് ആണ്. കാരണം കുരുമുളകിന്റെ ഒക്കെ തന്നെ വ്യാപാരം തകൃതിയായിട്ട് തിരുവിതാംകൂറിൽ നടക്കുന്നതുകൊണ്ട് തന്നെ മാർത്താണ്ഡവർമ്മയ്ക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, മാർത്താണ്ഡവർമ്മയുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണമെന്ന് ഡച്ചുകാര് തീരുമാനിച്ചു. അതുകൊണ്ട് കുളച്ചൽ മുതൽ കന്യാകുമാരി വരെയുള്ള തിരുവിതാംകൂറിന്റെ പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കാം എന്നൊരു ലക്ഷ്യവുമായിട്ട് ഡച്ചുകാർ വരുന്നു. കാരണം ഇതുവഴിയാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് ഏറ്റവും അധികം ചുങ്കം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുളച്ചലിലേക്ക് ഒരു യുദ്ധത്തിന് നമ്മുടെ ഡച്ച് സൈന്യം ഒരുങ്ങി വരികയാണ്. ഡച്ച് സൈന്യവും മാർത്താണ്ഡവർമ്മയും തമ്മിൽ കുളച്ചലിൽ നേർക്കുനേർ യുദ്ധങ്ങൾ നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഒരു സഹായം മാർത്താണ്ഡവർമ്മയ്ക്ക് കിട്ടുന്നുണ്ട്. അത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്നല്ല, അത് ഫ്രാൻസിൽ നിന്നല്ല, മറ്റേതെങ്കിലും സാമൂതിരിയുടെ പക്കൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാട്ടുരാജ്യങ്ങളിൽ നിന്നോ അല്ല, സാക്ഷാൽ പ്രകൃതിയിൽ നിന്ന്.
ഈ യുദ്ധം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കുന്ന സമയത്ത് വളരെ വലിയൊരു പേമാരി അവിടെ ഉണ്ടാകുന്നു, മഴ ഉണ്ടാകുന്നു. ഈ മഴ തകൃതിയായിട്ട് പെയ്തത് കാരണം നമ്മുടെ ഡച്ചിന് പോഷക സൈന്യങ്ങളെ ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവരുവാൻ ബുദ്ധിമുട്ടായി. അപ്പം ഡച്ച് സൈന്യം ശരിക്കും ഒരു പരാജയത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ 1741 ആ ഒരു കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യത്തിന് മാർത്താണ്ഡവർമ്മയോട് പരാജയപ്പെടേണ്ട സാഹചര്യം വന്നു. മഴ മാത്രമല്ല അതിനുള്ള കാരണം, ഡച്ച് സൈന്യത്തെ പോലെ തന്നെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള ഒരു സൈന്യം തന്നെ ഉണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മയ്ക്ക്. മോഡേണൈസ്ഡ് ഉള്ള വെപ്പണൊക്കെ തന്നെ മാർത്താണ്ഡവർമ്മ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ മാർത്താണ്ഡവർമ്മയെ സഹായിച്ചു. പ്ലസ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ധാരാളമായിട്ട് യുദ്ധത്തിന് ഫണ്ട് വകയിരുത്താനും മാർത്താണ്ഡവർമ്മയ്ക്ക് കെൽപ്പായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ മണ്ണിൽ ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയായി നമ്മുടെ മാർത്താണ്ഡവർമ്മ മാറുന്നു. മാർത്താണ്ഡവർമ്മയുമായിട്ട് കുളച്ചിൽ പരാജയപ്പെട്ട ശേഷം ഡച്ചുകാർക്ക് പിന്നെ അധിക കാലം ദക്ഷിണ കേരളത്തിൽ ഒരു റെലവന്റ് ഫിഗർ ആയിട്ട് നിൽക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം പലയിടത്തും മാർത്താണ്ഡവർമ്മയുടെ ഭീഷണി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ മാർത്താണ്ഡവർമ്മയായിട്ട് ഇനി ഒരു യുദ്ധത്തിന് പോകുന്നത് അത്ര സേഫ് ആയിട്ടുള്ള നല്ല തീരുമാനമല്ല എന്ന് ഡച്ചുകാർക്ക് മനസ്സിലാകുന്നു. അവർ 1753 നമ്മുടെ മാർത്താണ്ഡവർമ്മയുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്. നമ്മൾ ആ കരാറിനെ പറ്റിയിട്ടാണ് ഇനി കാണാൻ പോകുന്നത്. അതിനു മുന്നോടിയായിട്ട് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഞാൻ പറയാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിലെ ഒരു അമ്പലത്തില് ഡച്ച് സോൾജേഴ്സിന്റെ ശില്പം കൊത്തിവെച്ചിട്ടുള്ള ഒരു ദീപസ്തംഭമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ കേരളത്തിലെ അമ്പലങ്ങളിൽ നമ്മൾ പലപ്പോഴും പുരാണ കാലഘട്ടത്തിലെ ശില്പങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഡച്ച് സോൾജിയറിന്റെ പടം ഉള്ള അല്ലെങ്കിൽ സ്റ്റാച്യു ഉള്ള ശില്പമുള്ള കേരളത്തിലെ ഒരു ക്ഷേത്രമുണ്ട്. ഒരു ദീപസ്തംഭത്തിന്റെ 4 വശങ്ങളിലായിട്ട് ഡച്ച് സോൾജേഴ്സിന്റെ ശില്പങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. സോ ഇത് മാവേലിക്കരയിലെ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിലാണ് നമുക്കിത് കാണുവാൻ സാധിക്കുന്നത്. ഇത് എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ 1753 ട്രീറ്റി ഓഫ് മാവേലിക്കര. ഈ ട്രീറ്റി ഓഫ് മാവേലിക്കരയിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഡച്ച് കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെന്റിൽ, ഒരു ട്രീറ്റിയിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ഈ ട്രീറ്റി പ്രകാരം ഇനി മാർത്താണ്ഡവർമ്മയുടെ അല്ലെങ്കിൽ കേരളത്തിലെ നാട്ടുരാജ്യങ്ങളുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ ഡച്ച് ഇടപെടുകയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയ്ക്ക് ശത്രുക്കളായിട്ടുള്ള ആരുമായിട്ട് ഡച്ച് ഇനി എന്താണ് എഗ്രിമെന്റ്, അലയൻസിലൊന്നും ഒപ്പിടില്ല എന്നും നമ്മുടെ ഈ ഒരു ട്രീറ്റി ഓഫ് മാവേലിക്കരയിൽ നമ്മുടെ ഡച്ചുകാര് മാർത്താണ്ഡവർമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് ട്രീറ്റി ഓഫ് മാവേലിക്കര. ഡച്ച് കമ്പനിയും മാർത്താണ്ഡവർമ്മയും കൂടി ഒപ്പിടുന്നു. 1753 ഓഗസ്റ്റ് 15 ട്രീറ്റി ഓഫ് മാവേലിക്കര നടന്നെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഈ ട്രീറ്റി ഓഫ് മാവേലിക്കര പ്രകാരമാണ്, ഇതിന്റെ ഒരു സ്മരണാർത്ഥമാണ് ഈ ഒരു ദീപസ്തംഭം മാവേലിക്കരയിലെ ക്ഷേത്രത്തിന് സംഭാവന നൽകിയത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. 4 ഡച്ച് സോൾജേഴ്സ് ഈ ഒരു ശില്പം ദീപസ്തംഭത്തിന് ചുറ്റും നിൽക്കുന്നതായിട്ടാണ് ഈ ഒരു ശില്പം ക്രാഫ്റ്റ് ചെയ്തേക്കെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ട്രീറ്റി ഓഫ് മാവേലിക്കരയുടെ ചരിത്രം. ഈ കൊളച്ചൽ യുദ്ധത്തിന് ശേഷം ഡച്ചിനെ തുരത്തുക മാത്രമായിരുന്നില്ല മാർത്താണ്ഡവർമ്മയ്ക്ക് കിട്ടിയത്, മറിച്ച് മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു വലിയൊരു അസറ്റും കൂടി കിട്ടി. വളരെ വലിയൊരു നിധിയും കൂടി ഈ ഒരു കൊളച്ചൽ യുദ്ധത്തിന് ശേഷം കിട്ടി. പിൽക്കാലത്ത് തിരുവിതാംകൂറിന്റെ എക്സ്പാൻഷനിൽ മൊത്തം അദ്ദേഹത്തെ സഹായിച്ചത് ഈ നിധിയായിരുന്നു. ആ നിധി എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊരു ഫ്രീ മോക്ക് ടെസ്റ്റ് KS മെന്ററിൽ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് മുന്നോടിയായിട്ട്. നമ്മുടെ കഴിഞ്ഞ എക്സാംസുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ KS എക്സാമിൽ 61 33 പേരും റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള 61 33 പേരും നമ്മുടെ KS മെന്ററിലെ നമ്മുടെ പരിശീലനം ഏറ്റുവാങ്ങിയിട്ടുള്ള കുട്ടികളായിരുന്നു. അപ്പൊ ഈ ഒരു പരിശീലനങ്ങളിലൊക്കെ അവരെ സഹായിച്ച നമ്മുടെ ഈ ഒരു ടെസ്റ്റ് സീരീസ് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടി നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നുണ്ട്, മാമാങ്കം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിന്റെ അകത്ത് വിശദ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ബാക്ക് ടു ദി സമഗ്രം SCRT ക്ലാസ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ഒരു മാർത്താണ്ഡവർമ്മയ്ക്ക് കൊളച്ചൽ യുദ്ധത്തിന് ശേഷം കിട്ടിയ ഏറ്റവും വലിയൊരു നിധിയായിരുന്നു ഈ ഒരു വ്യക്തി, വലിയ കപ്പിത്താൻ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ ഡെലനോയി. ആൻഡ് ഡെലനോയെ മാർത്താണ്ഡവർമ്മ ഇങ്ങോട്ട് വാടാ മോനെ എന്നും പറഞ്ഞ് നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിലേക്ക് ക്ഷണിച്ചു. ആൻഡ് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന്റെ തലവനായിട്ട് പിൽക്കാലം ഒരു 37 വർഷം ഡെലനോയി തിരുവിതാംകൂറിൽ സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ കാലത്താണ് പത്മനാഭപുരം കോട്ട കെട്ടുന്നത്. ഓൾറെഡി ഉണ്ടായിരുന്ന ഉദയഗിരി കോട്ടയൊക്കെ തന്നെ അദ്ദേഹം നവീകരിച്ചു, ശക്തമാക്കി. വട്ടക്കോട്ടയെ ശക്തമാക്കി. ഈ ഉദയഗിരി കോട്ടയെ ഒരു ആയുധ നിർമ്മാണശാലയാക്കി അദ്ദേഹം മാറ്റി.
കളരിയും ഉറുമിയും ഒക്കെ തന്നെ പരിചയമുണ്ടായിരുന്ന നമ്മുടെ പടയാളികൾക്ക് തോക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്നുള്ള യുദ്ധമുറകൾ, യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള യുദ്ധമുറകളൊക്കെ തന്നെ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് അങ്ങോട്ടേക്ക് പല പ്രദേശങ്ങളും കൊല്ലവും കായംകുളവും ഒക്കെ തന്നെ കീഴടക്കുവാൻ മാർത്താണ്ഡവർമ്മയും കാർത്തിക തിരുനാളിനെയും ഒക്കെ തന്നെ സഹായിച്ചത് ഡെലനോയിയാണ്. ആ ഡെലനോയുടെ ഏറ്റവും വലിയ സംഭാവനയാണ് നമ്മുടെ നെടുംകോട്ട. നമുക്കറിയാം 1760കളുടെ തുടക്കത്തില് ഇങ്ങോട്ടേക്ക് മൈസൂർ സൈന്യത്തിന്റെ ഒക്കെ തന്നെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അവര് സാമൂതിരിയൊക്കെ തന്നെ പരാജയപ്പെടുത്തി പല പ്രദേശങ്ങളും കീഴടക്കി. പിന്നീട് അവരുടെ ലക്ഷ്യം കൊച്ചിയും തിരുവിതാംകൂറുമാണ്. ഇങ്ങോട്ടേക്ക് അവർ വരുന്ന സമയത്ത് അവരെ ശക്തമായി നേരിട്ടത് നമ്മുടെ ഈ ഒരു നെടുങ്കോട്ടയാണ്. നെടുങ്കോട്ട എന്ന് പറയുന്നത് ഒരു 58 കിലോമീറ്റർ ചുറ്റളവുള്ള നമ്മുടെ അറബിക്കടലിൽ നിന്ന് സഹ്യപർവ്വതം വരെയുള്ള, അതായത് നമ്മുടെ കൊടുങ്ങല്ലൂർ തൊട്ട് അങ്ങ് ആനമല വരെയുള്ള ഒരു നീണ്ടു കിടക്കുന്ന ഒരു സ്ട്രെച്ചാണ് ഈ ഒരു നെടുങ്കോട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് നെടുങ്കോട്ടയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ നെടുങ്കോട്ട പടുത്തുയർത്തുവാൻ തിരുവിതാംകൂർ രാജാവായിരുന്ന കാർത്തിക തിരുനാളിനെ സഹായിച്ചത് ഡെലനോയി ആണ്. ഡെലനോയുടെ സൂപ്പർവിഷനിലാണ് ഈ നെടുങ്കോട്ടയുടെ പണി പൂർത്തിയാക്കിയത്. ആൻഡ് കാർത്തിക തിരുനാളിന്റെ കാലത്താണ് ഇത് നിർമ്മിച്ചതെന്നുള്ള കാര്യം കൂടി ഓർക്കുക. മൈസൂർ പട്ടാളം തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ വന്നപ്പോൾ ഈ നെടുങ്കോട്ടയാണ് നമുക്ക് അവർക്കൊരു എന്താ നമ്മളെ സ്ട്രോങ് ആക്കി നിർത്തുവാൻ നെടുങ്കോട്ട നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നെടുങ്കോട്ട ഭേദിക്കുവാൻ മൈസൂർ സൈന്യത്തിന് സാധിച്ചില്ല. ആൻഡ് കുളച്ചലിൽ നമ്മളെ രക്ഷിച്ച അതേ മഴ ഇവിടെയും ഇവിടെയും തിരുവിതാംകൂർ രാജാവിന് തുണയായിട്ട് വന്നു. ശക്തമായിട്ടുള്ള പേമാരി ഈ സമയത്ത് ഉണ്ടാകുന്നു. പെരിയാർ നിറഞ്ഞൊഴുകുന്നു. ആൻഡ് ആ ഒരു പേമാരിയില് മൈസൂർ സൈന്യത്തിന് മുന്നോട്ട് പോകുവാൻ സാധിച്ചില്ല. അവർ പിന്തിരിഞ്ഞു. അപ്പോൾ തിരുവിതാംകൂർ സൈന്യത്തിന്റെ ആക്രമണത്തെ നേരിടേണ്ടി വന്നു. അങ്ങനെ തിരുവിതാംകൂർ ആക്രമിക്കുക എന്ന് പറയുന്ന സ്വപ്നം വിഫലമാക്കിയിട്ടാണ് ടിപ്പുവും സൈന്യവും ഇവിടെ നിന്നും മടങ്ങിയത്. സോ ആ ഒരു സമയത്ത് വളരെ അധികം നമ്മളെ സംരക്ഷിച്ചത് ഈ നെടുങ്കോട്ടയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ഈ നെടുങ്കോട്ടയുടെ നിർമ്മാണത്തിൽ വളരെയധികം പങ്കുവഹിച്ച വ്യക്തിയാണ് ഡെലനോയി എന്നുള്ള കാര്യം കൂടി ഓർക്കുക. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഡച്ചിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഡച്ചിന്റെ കോൺട്രിബ്യൂഷൻസും ഫ്രാൻസും നമുക്ക് ഇനി പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. അപ്പം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്മൾ എല്ലാവരും ഒരു വിജയത്തിന് വേണ്ടിയുള്ള പഠനം നടത്തുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് മുൻപേ ഇത്തരം വിജയങ്ങൾ നേടിയ എല്ലാവരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നവരാണ്. അപ്പം നിങ്ങൾക്കറിയാം KASന്റെ റിസൾട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ KAS സ്ട്രീം 1 റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ 9ാം റാങ്ക് കിട്ടിയ ദിവ്യ മുരളിയുടെ ഒരു പോഡ്കാസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ ആ പോഡ്കാസ്റ്റ് കണ്ടു. ശരിക്കും ഈ ഒരു പ്രിപ്പറേഷനിൽ നിൽക്കുന്ന എല്ലാവർക്കും വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ദിവ്യ മാം അവിടെ പറയുന്നുണ്ട്. എല്ലാവരും ആ ഒരു പോഡ്കാസ്റ്റ് കാണാനൊന്ന് പറയുകയാണ്. പ്രത്യേകിച്ച് PSC പഠനം അല്ലെങ്കിൽ UPSC പഠനമൊക്കെ വഴിമുട്ടി നിന്നിട്ട് എങ്ങനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് ശരിക്കും ഒരു മോട്ടിവേഷനാണ് മാമിൻ്റെ ആ ഒരു വേർഡ്സ്. അപ്പം അത് വീഡിയോ കാണാത്ത എല്ലാവരോടും ഒന്ന് വീഡിയോ കാണാൻ പറയുകയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾ പാതി വഴിയിൽ നിങ്ങൾക്ക് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ആക്കി നിർത്തുവാൻ ആ വീഡിയോ സഹായിക്കും. ഓക്കെ, അപ്പം എന്തായാലും നമുക്കിനി കാണാം. താങ്ക് യു സോ മച്ച്. മീറ്റ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ.